ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഇൻ USA. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ മിക്സി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 10 അല്ലി ചെറുള്ളിയും അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് നല്ല മീൻചട്ടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇവിടെ ഈ കോയലിൽ മീൻചട്ടി വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നല്ലൊരു ഫ്രൈ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഇടാം. ടീസ്പൂണാണ് കേട്ടോ, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടിയിട്ടുള്ള ആ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അത് മൊരിയുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേക സ്മെല്ലാണല്ലേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിട്ടതും അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ വഴറ്റി ഏതാണ്ട് ഈ ഒരു ലെവലാവുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ പീസസ് ആയിട്ട് അതിൽ ചേർത്തിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വരണം കേട്ടോ. ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്ക് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ചേർക്കാം കേട്ടോ. എനിക്കിവിടെ അധികം കുടംപുളി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയ 2 പീസേ ചേർത്തിട്ടുള്ളൂ. പിന്നെ പുളിയൊക്കെ നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു അളവിൽ നമുക്ക് കുടംപുളി ചേർക്കാം കേട്ടോ. അതിനുശേഷം 2ാം പാൽ, നാളികേരപ്പാൽ ഞാനിവിടെ ടിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലാവുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല നാളികേരപ്പാലിൻ്റെ 2ാം പാൽ നമുക്ക് ആദ്യം ചേർക്കാം കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് നമുക്കതിലിട്ട് കൊടുക്കാം. ഇനി നന്നായി മീൻ അതിൽ മുങ്ങി കിടക്കണ പോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 6 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് മീനൊക്കെ നന്നായിട്ട് വെന്തുണ്ടാവും. മീൻ അധികം വേവ് വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്ന് തുടങ്ങി നന്നായിട്ട്. അപ്പോൾ ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കയ്യിൽ യൂസ് ചെയ്യാണ്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് ഇളക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ മീൻ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള പാൽ, ഞാനിവിടെ ടിൻ പാലാണ് കേട്ടോ യൂസ് ചെയ്യണേ, നാളികേരപ്പാൽ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി അധികം തിളയ്ക്കാൻ നിൽക്കണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വറുത്തിടാനായിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളി ചെറിയ പീസസായി നുറുക്കിയിട്ടുണ്ട് കേട്ടോ. അത് 2 ഇട്ട് കൊടുക്കാം. ചെറുള്ളി നല്ലൊരു ബ്രൗൺ അല്ല, അതിനും കൂടുതൽ ഒരു ചെറിയൊരു ഡാർക്ക് നന്നായിട്ട് കളറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഏതാണ്ട് ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് നേരെ നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി ആക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.